ഒരു കൊലപാതകം മാറ്റിയെഴുതിയ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ട മണ്ഡലം. കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപോ ശേഷമോ ഇങ്ങനെയൊരു സംഭവമില്ല. നിരവധി രാഷ്ട്രീയ മലക്കം മറിച്ചിലുകളുടെയും കനലെരിയുന്ന രാഷ്ട്രീയ പ്രതികാരങ്ങളുടെയും കഥ പറയും തേക്കിൻ്റെ നാട്. ഒരു MLA രാജിവെച്ച് അതേ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൗതുകത്തേക്കാൾ വിസ്മയിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ മണ്ഡലത്തിൻ്റെ പഴയ കാലം. ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ നിലമ്പൂർ രാഷ്ട്രീയ കഥയിലേക്കാണ് ഇന്നത്തെ ഫയൽസ്. ആയിരത്തി 1960 നിലമ്പൂർ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ചുവന്ന കോട്ടയായിരുന്നു. 1965 ജയിലിൽ നിന്ന് മത്സരിച്ച കെ കുഞ്ഞാലി ആര്യാടൻ മുഹമ്മദിനെ മുട്ടുകുത്തിച്ചു. നിയമസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അന്ന് സർക്കാർ രൂപീകരിക്കാനായില്ല. 1967 തെരഞ്ഞെടുപ്പിൽ കെ കുഞ്ഞാലിയെ തന്നെ വോട്ടർമാർ വീണ്ടും തെരഞ്ഞെടുത്തയച്ചു. 200 ഏക്കർ കോവിലക ഭൂമി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് കുഞ്ഞാലി അന്ന് ജനനായകനായി, പാവങ്ങളുടെ ശബ്ദമായി. പക്ഷേ 1969 നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ഇരുട്ടിൽ നിന്ന് പാഞ്ഞു വന്ന വെടിയുണ്ട കവർന്നത് കുഞ്ഞാലിയുടെ ജീവൻ മാത്രമല്ല, നിലമ്പൂരിൻ്റെ CPM ശക്തി കൂടിയായിരുന്നു. ആരോപണത്തിൻ്റെ വിരൽ നീണ്ടത് ആര്യാടൻ മുഹമ്മദിന് നേരെ. 9 മാസം ജയിൽ, പിന്നെ കുറ്റവിമുക്തി. ഈ കൊലപാതകം നിലമ്പൂരിനെ രക്തപ്പകയുടെ വേദിയാക്കി മാറ്റി. ഒരു MLA വെടിയേറ്റു മരിച്ചാൽ അതേ പാർട്ടി ശക്തിയോടെ അധികാരത്തിൽ തിരിച്ചെത്തുന്നതാണ് സ്വാഭാവികമായ കാഴ്ച. എന്നാൽ നിലമ്പൂർ കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. 1970 ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് വൈകാരിക മേൽക്കൈ ഉണ്ടായിരുന്നു. ജയം ഉറപ്പ് എന്നൊക്കെ കരുതി. പക്ഷേ കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തു. 1965 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും വോട്ട് വിഭജിച്ചപ്പോഴായിരുന്നു കുഞ്ഞാലി ജയിച്ചതെങ്കിൽ 1970 UDF സഖ്യം ഒന്നിച്ചതായിരുന്നു തിരിച്ചടിക്ക് പ്രധാന കാരണം. കുഞ്ഞാലിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ജനമനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയതും CPM നേതൃത്വത്തിലുള്ള കർഷക സംഘടനയുടെ ശത്രുതയാണ് കൊലപാതക കാരണമെന്ന ആരോപണവും CPMന് തിരിച്ചടിയായി. അങ്ങനെ MP ഗംഗാധരൻ MLA ആയി. കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വത്തിന് പിറകെയുള്ള തോൽവി CPMൻ്റെ ഹൃദയത്തിലേറ്റ ആഴത്തിലുള്ള മുറിവായി മാറി. കുഞ്ഞാലി വധക്കേസിൽ ആര്യാടൻ പ്രതിയായ സാഹചര്യത്തിലാണ് MP ഗംഗാധരൻ മത്സര രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് മന്ത്രിസഭ വീണതിനെ തുടർന്ന് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ തന്നെ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു. അടിയന്തരാവസ്ഥയെ തുടർന്ന് 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടൻ മുഹമ്മദ് വിജയിക്കുന്നത് 3-ാം ഊഴത്തിലാണ്. 1980 കഥ വീണ്ടും മാറി. ഇടതുപക്ഷത്തോടൊപ്പം മത്സരിച്ച കോൺഗ്രസ് U സ്ഥാനാർത്ഥിയായ C ഹരിദാസ് വിജയിച്ചു. കോൺഗ്രസിലെ TK ഹംസയെയാണ് അദ്ദേഹം അന്ന് തോൽപ്പിച്ചത്. എന്നാൽ ആദ്യ EK നയനാർ മന്ത്രിസഭയിൽ അംഗമായ ആര്യാടന് വേണ്ടി ഹരിദാസ് സ്ഥാനമൊഴിഞ്ഞുകൊടുത്തു. കുഞ്ഞാലി കൊലപാതക ആരോപണത്തിന് നിഴലിലായിട്ടും ആര്യാടൻ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ മത്സരിച്ചു. തൻ്റെ പ്രാദേശിക സ്വാധീനവും കുറ്റവിമുക്തനായ പശ്ചാത്തലവും ഉപയോഗിച്ച് ശത്രുക്കളെ സുഹൃത്തുക്കളാക്കി മാറ്റുന്ന കലയാണ് അന്നവിടെ കണ്ടത്. വിചിത്ര സഖ്യം ആര്യാടനെ വിജയിപ്പിച്ചു. അതും ചരിത്രത്തിൽ അതുവരെയുണ്ടായ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ. എതിരാളിയായ മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ 17,841 വോട്ടിനായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ ഉപതെരഞ്ഞെടുപ്പിലൂടെയുള്ള 2ാം ജയം. എന്നാൽ 1982 ആയപ്പോൾ ചിത്രം വീണ്ടും മാറി. ആര്യാടൻ കോൺഗ്രസിനൊപ്പം പോയപ്പോൾ കോൺഗ്രസ് നേതാവായിരുന്ന TK ഹംസ ഇടതുപക്ഷത്തേക്ക് വന്നതാണ് പിന്നീട് കണ്ടത്. CPMൻ്റെ സ്വതന്ത്രനായി മത്സരിച്ച ഹംസ ആര്യാടനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി. നിലമ്പൂരിലെ 60 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അന്ന് ഹംസയ്ക്ക് കിട്ടിയത്, 1566 വോട്ട്. 1987 ആര്യാടൻ മുഹമ്മദ് തുടങ്ങിയ വിജയയാത്ര 2011 വരെയുള്ള 6 തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചു. 30 വർഷത്തോളം, അതായത് 6 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി.
ഇങ്ങനെ നിലമ്പൂരിൻ്റെ നേതാവായി ആര്യാടൻ കേരള രാഷ്ട്രീയത്തിലെ വടവൃക്ഷമാകുന്നതാണ് പിന്നീട് കണ്ടത്. 2001 കോൺഗ്രസ് 100 സീറ്റോടെ അധികാരത്തിലെത്തിയപ്പോഴാണ് നിലമ്പൂരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമുണ്ടായത്. അന്ന് ആര്യാടൻ മുഹമ്മദിന് 21,620 വോട്ട് ഭൂരിപക്ഷം ലഭിച്ചു. VS തരംഗം ആഞ്ഞടിച്ച 2006 ആര്യാടൻ 18,070 വോട്ടിന് വിജയിച്ചു. പക്ഷേ 2011 ആയപ്പോൾ ആര്യാടൻ്റെ ഭൂരിപക്ഷം 1/3 താഴെയായി കുറഞ്ഞു. 2011 നിലമ്പൂർ രാഷ്ട്രീയത്തിലെ മറ്റൊരു വലിയ ട്വിസ്റ്റ്. ആര്യാടൻ മുഹമ്മദിൻ്റെ പിൻഗാമിയായി മകൻ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിനുള്ളിൽ വിള്ളലുണ്ടാക്കി. നിലമ്പൂർ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു. 1980കളിൽ PV അൻവർ ആര്യാടൻ മുഹമ്മദിൻ്റെ വലം കൈയായിരുന്നു. യൂത്ത് കോൺഗ്രസിൽ തിളങ്ങിയ നേതാവ്. PV അൻവറും ആര്യാടനും തമ്മിലുള്ള പകയുടെ ചരിത്രം തുടങ്ങുന്നത് 2011 ഏറനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റ് നിഷേധിച്ചപ്പോൾ ആര്യാടൻ കുടുംബത്തിൻ്റെ ആധിപത്യം PV അൻവറിനെ വിമതനാക്കി. വിമതനായി മത്സരിച്ച് 2ാം സ്ഥാനത്തെത്താനും അന്ന് PV അൻവറിന് കഴിഞ്ഞു. പക അങ്ങനെ തീപ്പൊരിയായി. 2016 ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ നേരിട്ട് പോരാടി. കോൺഗ്രസിൻ്റെ മണ്ഡലം അന്ന് പിടിച്ചെടുത്തു. ഒരു പ്രതികാരത്തിൻ്റെ വിജയമായിരുന്നു അത്. ആര്യാടൻ കുടുംബത്തിൻ്റെ അപ്രമാദിത്വവും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഭിന്നതയുമാണ് അൻവറിനെ ഇടതുപക്ഷത്തേക്ക് തള്ളിവിട്ടത്. 2021 ഇടതുപക്ഷ ടിക്കറ്റിൽ 2,700 വോട്ടിന് വീണ്ടും ജയിച്ചു കയറി. പക്ഷേ കഴിഞ്ഞ വർഷം, അതായത് 2024 വീണ്ടും അതാ നിലമ്പൂരിൽ മെഗാ ട്വിസ്റ്റ്. അൻവർ CPMുമായി പിണങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്നടിച്ചു. MLA സ്ഥാനം രാജിവെച്ചു. നിലമ്പൂർ ചരിത്രത്തിലെ 3ാം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. UDF ചേരിയിലെത്താനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായതോടെ സ്വതന്ത്രനായി അങ്കക്കളത്തിലാണ് ഇപ്പോൾ PV അൻവർ. തുറന്ന രാഷ്ട്രീയ യുദ്ധക്കളമായ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അടുത്ത അധ്യായമെന്താണ്? നമുക്ക് കാത്തിരിക്കാം.